എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായും രണ്ട് വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയെ സംബന്ധിച്ച് രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർത്തിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാവ് INTUC നേതാവ് ശ്രീ ചന്ദ്രശേഖരൻ ഒന്നാം പ്രതിയും അദ്ദേഹത്തിൻ്റെ ബന്ധു രണ്ടാം പ്രതിയുമായിട്ടുള്ള 500 കോടിയിലധികം രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കിയിട്ടുള്ള അഴിമതി കേസാണ് കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസ്. ഈ കേസിൽ CBI 2021 മുതൽ അന്വേഷണം തുടരുകയാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിനോട് നിരവധി തവണ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവായ ചന്ദ്രശേഖരനെ രക്ഷിച്ചെടുക്കാൻ പ്രോസിക്യൂഷൻ അനുമതി തുടർച്ചയായി നിഷേധിക്കുകയാണ്. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും കാണുന്ന ഒരു പ്രതിഭാസമല്ല ഇത്. പ്രധാന പ്രതിപക്ഷമായ UDFന്റെ ഒരു പ്രധാന നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവ് പ്രതിയായിട്ടുള്ള 500 കോടിയിലധികം രൂപ വരുന്ന അഴിമതി കേസ് തേച്ചുമാച്ച് കളയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഗവൺമെൻറ്റും പരിശ്രമിക്കുന്നു. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റേത് സംസ്ഥാനത്ത് നോക്കിയാലും ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒക്കെ ചങ്ങായിമാരെ പോലെയാണ് UDFും LDFും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചന്ദ്രശേഖരൻ്റെ അഴിമതി കേസ്. ചന്ദ്രശേഖരൻ നേതാവല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയല്ല, കോൺഗ്രസിൻ്റെ ഉന്നത നേതാവാണ്. പ്രതിപക്ഷത്തുള്ള UDFിലുള്ള കോൺഗ്രസിലുള്ള ഒരു പ്രമുഖ നേതാവ് ഖജനാവിന് 500 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഇതിൽ പിണറായി വിജയൻ എന്താണ് കാര്യം? സ്വാഭാവികമായി ജനങ്ങൾ സംശയിക്കുന്ന കാര്യമാണ്. ഈ LDFന്റെ സർക്കാർ എന്തുകൊണ്ടാണ് UDF നേതാവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നത്? ഡീല് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും LDF ഗവൺമെന്റും UDFിലെ ഒരു പ്രധാന നേതാവുമായി ഡീലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ LDF UDF പിന്നെ എന്തിനാണ് രണ്ട് മുന്നണികളായിട്ട് ഇവിടെ മത്സരിക്കുന്നത്? LDFും UDFും തമ്മിലുള്ള ഒത്തുകളി കേരളത്തിൽ ഇതുപോലെ നിരവധി കേസുകളിൽ കണ്ടിട്ടുള്ളതാണ്. അത് ഐസ്ക്രീം പാർലർ കേസായാലും മലബാർ സിമൻസിന്റെ അഴിമതി കേസായാലും അങ്ങനെയുള്ള നിരവധി അഴിമതി കേസുകളിൽ LDF UDF ബാന്ധവം പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഈ അഴിമതി ആരോപണം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം. കശുവണ്ടി തൊഴിലാളികളെ CPM അതിൻ്റെ കറവ് പശുക്കളാക്കി നിലനിർത്തി പതിറ്റാണ്ടുകളായി അവരുടെ വിയർപ്പ് ഊറ്റി കുടിച്ചാണ് ആ പാർട്ടി കൊല്ലം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഇത്രയും കാലം വളർന്നുകൊണ്ടിരുന്നത്. CPMന്റെയും CPIയുടെയും ഇടതു പാർട്ടികളുടെയും ഒരു നട്ടല്ലായി പ്രവർത്തിക്കുന്ന വിഭാഗമായിരുന്നു കശുവണ്ടി തൊഴിലാളികൾ. 6 ലക്ഷം വരുന്ന കശുവണ്ടി തൊഴിലാളികൾ ഇന്ന് നിത്യ പട്ടിണിയിലാണ്. ഗുരുതരമായ പ്രതിസന്ധിയാണ് കശുവണ്ടി മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കശുവണ്ടി തൊഴിലാളികളുടെ ക്ഷേമം പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരുകൾ കശുവണ്ടി വികസന കോർപ്പറേഷനെ തങ്ങളുടെ ഏറ്റവും വലിയ വെള്ളാനയാക്കി മാറ്റി ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. LDFന്റെ ഭരണകാലത്തും UDFന്റെ ഭരണകാലത്തും കശുവണ്ടി കോർപ്പറേഷനിൽ ഭീകരമായിട്ടുള്ള അഴിമതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ അഴിമതി കേസുകൾ പരസ്പരം ഒത്തുതീർപ്പാക്കുന്ന രീതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. CPMും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയെ സംബന്ധിച്ച് ആ രണ്ട് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമുള്ള ആളുകൾ മറ്റ് നേതാക്കളുടെ അഭിപ്രായം അറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. വ്യക്തമായൊരു വിശദീകരണം പോലും ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകാൻ സർക്കാർ അഭിഭാഷകർക്ക് സാധിക്കുന്നില്ല.
എന്ത് കാരണം പറഞ്ഞാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നത്? അതാണ് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത്. ചന്ദ്രശേഖരൻ പ്രതിയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ബന്ധു കോർപ്പറേഷൻ MD പ്രതിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസിൽ എന്താണ് കാരണം? പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സത്യം പുറത്തു വന്നാൽ എന്താണ് പിണറായി വിജയന് ഒരു ഭയപ്പെടാനുള്ളത്? അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ഈ അഴിമതി കേസിൽ LDF പങ്കാളിയാണോ? ഇതിൻ്റെ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിൽ ഭാഗമായിട്ടുണ്ടോ? പിന്നെ എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള അഴിമതി കേസ്, പ്രോസിക്യൂഷൻ അഴിമതി സംസ്ഥാന ഗവൺമെന്റ് നിഷേധിക്കുന്നത്? CPM-ന്റെ സംസ്ഥാന നേതൃത്വവും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും, VD സതീശൻ എപ്പോഴും വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരാളാണല്ലോ, അവരുടെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ? LDF UDF നേതാക്കൾ ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ജനങ്ങളോട് നൽകുന്നത്? ഇതെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പ്രശ്നമല്ല, സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചതിൻ്റെ പ്രശ്നമാണ്. 500 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്ന കേസാണ്, വിശദമായ പരിശോധന നടന്ന കേസാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കളും LDF-ന്റെ നേതാക്കളും ജനങ്ങളോട് വിശദീകരണം നൽകണമെന്ന് BJP ആവശ്യപ്പെടുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ചന്ദ്രശേഖരൻ്റെ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അഴിമതി നൽകാത്തത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. കാരണം LDF UDF മത്സരം ഇപ്പോൾ പല സ്ഥലങ്ങളിലും പറയുന്നത് അങ്ങനെയാണല്ലോ. LDF മത്സരിക്കുന്നത് UDF-നെതിരായിട്ടാണ്, UDF മത്സരിക്കുന്നത് LDF-നെതിരായിട്ടാണെന്നാണല്ലോ വെപ്പ്. അപ്പോൾ എന്താണ് ഇതിനുള്ള വിശദീകരണം? ഇത് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. വിശദീകരണം ആവശ്യമുള്ള പ്രശ്നമാണ്. ജനങ്ങളുടെ നികുതി പണം എടുത്ത് കൊള്ളയടിച്ച പ്രശ്നമാണ്. കശുവണ്ടി മേഖലയെ തകർത്ത വിഷയമാണ്. 6-7 ലക്ഷം തൊഴിലാളികളുടെ ഭാവി തകർത്തെറിഞ്ഞ ഒരു ഇടപാടാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സത്യം പുറത്തു വരണം എന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടാൻ. അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുടെ കാര്യത്തിൽ ചന്ദ്രശേഖരനെയും അന്നത്തെ MD-യെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകണം എന്നും BJP ആവശ്യപ്പെടുക. മറ്റൊരു കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചു. അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരോട്, ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ശബരിമലയിൽ നിന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ മാധ്യമങ്ങളെ അധികം അവിടെ അടുപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണെന്ന് തോന്നുന്നു സർക്കാർ എടുക്കാൻ പോകുന്നത്. മാധ്യമങ്ങൾക്ക് റേഷൻ കോട്ട വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുക. മാധ്യമങ്ങൾ എല്ലാ സമയത്തും ഇവിടെ വരണ്ടെന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ കുടിവെള്ളമില്ല. 6-7 മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. പമ്പയിൽ വിരിവയ്ക്കാൻ സൗകര്യമില്ല, തർപ്പണത്തിനുള്ള സൗകര്യമില്ല. പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു. തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല. ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. സന്നിധാനത്ത് ഭക്തജനങ്ങൾക്ക് വിശദമായി വിരിവയ്ക്കാനുള്ള സൗകര്യമില്ല, താമസിക്കാനുള്ള സൗകര്യമില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ടോയ്ലറ്റുകൾ പൂട്ടിക്കിടക്കുകയാണ്. ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നില്ല. തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് വലയുകയാണ്. ഒരിറ്റ് ദാഹജലം പോലും അവർ കിട്ടുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത്.
ഒരു വശത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട പല ആളുകളെ സംബന്ധിച്ചും അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. വാസുവിൻ്റെ അറസ്റ്റോടെ എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. പത്മകുമാർ ആറന്മുളയിൽ ഇപ്പോഴും വിലസി നടക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല. പത്മകുമാറിനെ കണ്ടു കിട്ടാത്തത് കൊണ്ടാണോ അല്ല പേടിച്ചിട്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? പത്മകുമാറിനെതിരെ എല്ലാ തെളിവുകളും ഉദ്യോഗസ്ഥന്മാർ പിടിയിലായ പോറ്റി, കള്ളപ്പോറ്റി എല്ലാം പറഞ്ഞിരിക്കുകയാണ്. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പത്മകുമാറിനെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല. പത്മകുമാറിലേക്ക് പോയാൽ അത് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്തും, CPM-ന്റെ ഉന്നത നേതാക്കളിലേക്ക് എത്തും. പലരുടെയും അറിവോടുകൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളയെല്ലാം നടന്നതിൽ എന്നതിലേക്ക് പോകും. അപ്പോൾ ആ കേസ് അട്ടിമറിക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കുന്നു. മറുവശത്ത് തീർത്ഥാടനം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരടിസ്ഥാന സൗകര്യവും ശബരിമലയിൽ നിർവഹിക്കുന്നില്ല. 120 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ട് 5% തുകയുടെ എസ്റ്റിമേറ്റ് പോലും ശബരിമല വികസനത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. സമ്പൂർണമായിട്ടുള്ള അലങ്കോലമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യവും അവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമല തീർത്ഥാടകരോട് സർക്കാർ കാണിക്കുന്നത്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ തീർത്ഥാടനം സമ്പൂർണ്ണമായിട്ട് അലങ്കോലമാവും. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. ചന്ദ്രശേഖരന്റെ കേസിൽ പല പ്രാവശ്യം ഹൈക്കോടതിയിൽ ഈ കേസ് വരികയും പലപ്പോഴും സർക്കാർ ചന്ദ്രശേഖരനെ മാത്രം സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നതിൽ ഇതിനൊരു വലിയ രീതിയിലൊരു സാമ്പത്തിക ഇടപാട് ഈ ഭരണതലത്തിലുള്ള ആളുകളുമായിട്ട് ഉള്ളതായിട്ടാണ്. പിന്നെ അല്ലാതെ ചന്ദ്രശേഖരന് എന്തിനാ 500 കോടിയിലധികം രൂപ വരുന്ന അഴിമതി കേസിൽ ചന്ദ്രശേഖരന്റെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നത് പൈസയുടെ ഇടപാടല്ലാതെ പിന്നെ എന്താണ്? അവിടെ നടന്നിരിക്കുന്നത് സാമ്പത്തിക ഇടപാടല്ലേ? ചന്ദ്രശേഖരൻ വളരെ വിദഗ്ധമായി LDF നേതാക്കളെയും CPM നേതാക്കളെയും സ്വാധീനിച്ച് കശുവണ്ടി വികസന കോർപ്പറേഷനെ നശിപ്പിക്കുകയായിരുന്നു. അതാർക്കറിയാത്തത്? കൊള്ള മുതലിൻ്റെ എത്ര ശതമാനം ഓരോരുത്തർക്കും കിട്ടിയെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒക്കെ ചങ്ങായിമാരാണ് ഇവർ. നല്ല നിലയിൽ UDF LDF സഹകരണത്തിലാണ് ഈ അഴിമതിയെല്ലാം നടക്കുന്നത്. അത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അവരാരും തന്നെ മിണ്ടുന്നില്ല. ഹൈക്കോടതി രൂക്ഷമായി സർക്കാരിൻ്റെ മുഖത്തടിച്ചിട്ട് ഒരാളും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒരു നേതാവും അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്തിനാണ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നത് എന്നെങ്കിലും ജനങ്ങളോട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയേണ്ടതല്ലേ? അപ്പം അത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ കേരളത്തിൽ? അതന്നെ ഞാൻ പറഞ്ഞത്. ചന്ദ്രശേഖരൻ INTUC ആണെങ്കിലും ചുവന്ന INTUC ആണ്. കതറ് അയച്ചു നോക്കിയാൽ ചുവപ്പ് കാണാം. ഇതാണ് കേരളത്തിൽ പലയിടത്തും നടക്കുന്നത്. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതല്ലേ. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെന്നിത്തലയും മുരളീധരൻ BJP നന്നാക്കാൻ നടക്കുന്ന ആൾക്കാരാണോ? എനിക്ക് മനസ്സിലാവുന്നേയില്ല. BJPയെ നന്നാക്കുന്ന ജോലിയിലാണോ അവർ ഏർപ്പെട്ടിരിക്കുന്നത്? പിന്നെ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോഴേ എല്ലാം പറയണ്ടേ? ഒരു പ്രവർത്തകനും ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഏത് പ്രവർത്തകനായാലും. പറഞ്ഞുറപ്പിച്ച സീറ്റ് നൽകിയില്ല. ആലപ്പുഴയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഞാൻ കൊടുത്തതല്ല. അടുത്തത്, CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അവഗണിക്കുന്നു. മാനസികമായ പീഡനമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഉന്നത CPI നേതാവ് തൃശ്ശൂരിൽ. ഇനിയും പറയാം.
പാലക്കാട് തറക്കുളം CPM ബ്രാഞ്ച് സെക്രട്ടറി ശിവകുമാർ ഇന്നലെ തൂങ്ങി മരിച്ചു. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാനസിക വിഷമം മൂലമാണ് ശിവകുമാർ തൂങ്ങി മരിച്ചത്. അപ്പോൾ ആത്മഹത്യകൾ LDF-ലും UDF-ലും ഉള്ളത് തമസ്കരിക്കുകയും BJP-യിലാകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയുമാണ്. മുരളീധരൻ ഇപ്പോൾ ആലപ്പുഴയിലെ സംഭവം അറിഞ്ഞതിന് ശേഷം നിലപാട് മാറ്റിയോ? ചെന്നിത്തലയിൽ ഇപ്പോൾ ആലപ്പുഴ ചെന്നിത്തലയുടെ ജില്ലയാണ്, അവിടെയാണിത് വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിയാക്കിയില്ല. ആലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താ കൊടുക്കാത്ത സീറ്റ്? അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ഗൗരവതരമായിട്ടുള്ള മറ്റ് വിഷയങ്ങളിൽ നിന്ന് തെന്നിപ്പോവുകയാണ്. പ്രത്യേകിച്ച് പാലാ മേഖലയിലൊക്കെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ഇടപെടലുകളൊക്കെ പല രീതിയിൽ നടത്തുന്നുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കലിംഗ് സംവാദം പോലുള്ള പരിപാടികൾ, ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടമാണ്. കോട്ടയം ജില്ല എത്രമാത്രം ഒരു ഇതിലേക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ടയം ജില്ലയുടെ വിശദാംശങ്ങൾ ജില്ലാ അധ്യക്ഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. എനിക്ക് ഓരോ പ്രദേശത്തെയും സീറ്റുകളെ സംബന്ധിച്ച് അത്ര ബോധ്യമില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ വാർത്തകൾ കണ്ടാൽ അറിയാലോ, ഓരോ ദിവസവും LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, അങ്ങനെ നിരവധി ആളുകൾ BJP-യിൽ NDA-യിൽ ചേർന്നുകൊണ്ടിരിക്കുക. നല്ല മുന്നേറ്റമാണ് സംസ്ഥാനത്തെല്ലായിടത്തും. ക്രൈസ്തവ പിന്തുണ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ നമുക്കറിയാവുന്ന പോലെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ആ ക്രൈസ്തവ പിന്തുണ, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളിൽ കൂടുതലായി ക്രൈസ്തവ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളൊരു കൂടുതലായില്ല. ക്രൈസ്തവ സമൂഹത്തിന് അവരുടെ പ്രാതിനിധ്യം അനുസരിച്ച്, ജനസംഖ്യാ പ്രാതിനിധ്യം അനുസരിച്ച് എല്ലായിടത്തും സീറ്റുകൾ നൽകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? BJP ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ധാരാളം സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ളൊരു നിലപാടല്ലേ? തെറ്റായൊരു കാര്യമല്ലല്ലോ. ഒന്ന്, ക്രൈസ്തവർ മാത്രമല്ല, ബീഹാറിൽ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലല്ല, എല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞത് എന്താണ്? ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെല്ലാം RJD കോൺഗ്രസ് അടിച്ചു കയറുകയാണെന്നാണ്, തൂക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ബീഹാറിൽ BJP-യാണ് ജയിച്ചത്. താമസം പിന്നെ മുസ്ലിം കേന്ദ്രങ്ങളിലും ഞങ്ങൾക്ക് നല്ല നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അതിനർത്ഥം ഭൂരിപക്ഷ സമുദായത്തിന് സീറ്റുകൾ കുറഞ്ഞു എന്നല്ല. ഭൂരിപക്ഷ സമുദായത്തിന് തന്നെയാണ് ഇപ്പോഴും സിംഹഭാഗം സീറ്റുകൾ ഞങ്ങൾ നൽകിയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ഐഡന്റിറ്റി അതാണല്ലോ. സന്ദർശനങ്ങളൊക്കെ സഭാസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു, ഗൃഹസന്ദർശനമൊക്കെ നടത്തിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലത് പിന്നെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ധാരാളമായി മത്സരിക്കുന്നു, ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ BJP-ക്ക് സ്വാധീനം കൂടുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. BJP-ക്ക് അകത്തേക്ക് ധാരാളമായിട്ട് മതന്യൂനപക്ഷങ്ങൾ കടന്നു വരികയാണ്. LDF-ഉം UDF-ഉം നടത്തുന്ന ഭീകരമായ വിദ്വേഷ പ്രചരണങ്ങളെ തമസ്കരിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ പതുക്കെ പതുക്കെ BJP-യെ സ്വീകരിക്കുകയാണ്. അതാണ് റിയാലിറ്റി. അല്ല, അതൊന്നും ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ കലാകാലങ്ങളിൽ ഒരേ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകളെ മാറ്റുന്നത് ഒരു നല്ല പ്രവണതയല്ലേ? സ്ഥിരമായി മത്സരിക്കുകയും ജയിക്കുകയും പദവികൾ, അധികാരസ്ഥാനങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അധികം മുനിസിപ്പാലിറ്റികൾ ഭരിക്കാത്തൊരു പാർട്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിൽ. ഇനി വരാനിരിക്കുന്നതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കണ്ടേ? അതും നിങ്ങൾ പറയില്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും അതിനകത്ത് കാണേണ്ട, വായിക്കേണ്ട ആവശ്യമില്ല. അത് അവർ നേരത്തെ മത്സരിക്കുമ്പോഴും വേറെ കുറെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കേരളത്തില്
നഗരസഭ ആദ്യമായിട്ട് BJP കിട്ടുന്നത് പാലക്കാടാണ്. പക്ഷെ അവിടെ ആദ്യമായിട്ടില്ല, രണ്ടാം തവണയും കിട്ടി. കഴിഞ്ഞ തവണ ഇതിനേക്കാൾ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അപ്പം ഞാനായിരുന്നു പ്രസിഡന്റ്. കഴിഞ്ഞ തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇല്ലാത്ത വാർത്തകൾ ആയിരക്കണക്കിന് വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? ഞാൻ പറഞ്ഞ ചോദ്യം അതെ. ആദ്യമായിട്ട് ഒക്കെ മാറിയോ, അല്ലെങ്കിൽ പാലക്കാട് ഇത്രയും ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയിൽ നല്ലപോലെ ഒരു ഭരണം നടത്താനാണ് BJP കഴിഞ്ഞത്? അത് നല്ലപോലെ ഭരണം നടത്തിയോണ്ടല്ലേ രണ്ടാമതും അധികാരത്തിൽ വന്നത്. ഇനി മൂന്നാമതും വരും, അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി. അവിടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് ഒന്നും ബാധിക്കില്ലെന്ന്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം ഒരു പ്രധാനപ്പെട്ട ശക്തിയേ അല്ല പാലക്കാട്. ഈ സീറ്റിൻ്റെ പേരിൽ തർക്കങ്ങളെന്ന് പറയുന്നത് തന്നെ അവിടെ നല്ല വിജയസാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അവിടെ ഒരു ശക്തിയേ അല്ല LDF-ഉം UDF-ഉം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ നിയമസഭ നഗരസഭ കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. പാലക്കാട് നഗരസഭയിൽ LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നാലും പല വാർഡുകളിലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. അവരതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ആശങ്ക BJPക്ക് ഇല്ല.